ഗുരുപൂർണിമ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, കുഞ്ഞുങ്ങള് ഗുരുവിനെ, അതായത് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മുമ്പില് അവരെ എല്ലാ ദിവസവും നമ്മൾ സ്മരിക്കണം. പക്ഷെ ഇന്നത്തെ ദിവസം കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അവരെ ബഹുമാനിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഗുരുപൂർണിമ. ഗുരുക്കളാകാൻ തയ്യാറെടുക്കുന്ന എൻ്റെ മുമ്പിലെ കൊച്ചു കുട്ടികളെ, കൊച്ചു ടീച്ചർമാരെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എല്ലാവരും അധ്യാപക വൃത്തി മനസ്സിൽ ആഗ്രഹിച്ച് പഠിക്കാൻ തുടങ്ങിയവരാണ് അല്ലേ? അല്ലേ? അതെ. അപ്പോ ഈ കഥ ചെയ്യാൻ പോകുന്നത്, ഈ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ടാഗോർ എഴുതിയ എത്രയോ വർഷം മുമ്പ് ഒരു വളരെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ടാഗോർ എന്ന മഹാനായ എഴുത്തുകാരൻ മാത്രമല്ല അദ്ദേഹം എഴുതിയ തോത്ത കഹാനി, തത്തയുടെ കഥയാണ് ഞങ്ങളിവിടെ പാഠം 1 സ്കൂൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. ഒരു ടീച്ചർ എങ്ങനെയാവണം, ഒരു കുട്ടിക്ക് എന്തെല്ലാം വേണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഗുരുപൂർണിമ ദിവസം അധ്യാപകരാവാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഒരു വാക്ക് എൻ്റെ കുട്ടികളെ കുറിച്ച്. തിയേറ്റർ ഓൺ വീൽസ് എന്ന് പറയുന്നത് വിദ്യോദയയുടെ സഞ്ചരിക്കുന്ന നാടകമാണ്. അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവർക്ക് ഒരു കോമൺ കോസ്റ്റ്യൂമേ ഉള്ളൂ. സാധാരണ നാടകങ്ങളിലെ പോലെ വലിയ മേക്കപ്പോ ചമയങ്ങളോ ഒന്നുമില്ല, കുറച്ച് പ്രോപ്സ് മാത്രമേ ഉള്ളൂ. ഇത് ഒരു മെസ്സേജ് കൊടുക്കാൻ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോയി നാടകം ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഒരു ബേസിക് ഡ്രസ് കോഡ് മാത്രം അവർക്ക് കൊടുക്കുന്നത്. അല്ലാതെ നല്ല നാടകങ്ങൾ അവർ വേറെ സ്റ്റേജുകളിൽ ചെയ്യാറുണ്ട്. പക്ഷെ തിയേറ്റർ ഓൺ വീൽസ് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന നാടക വണ്ടി, അതാണ് എൻ്റെ അർത്ഥം. ഇവര് 6ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ശരിക്കും ഈ കഥ ഇവരുടെ ഒരു പക്വത വെച്ച് നോക്കുമ്പോൾ കുറച്ച് മുകളിലാണ് ഇവരുടെ ഈ കഥ. കാരണം പലർക്കും, ഇവിടെ ഇരിക്കുന്ന പലർക്കും നല്ല കുഞ്ഞുങ്ങളാണ്, പലർക്കും തന്നെ മലയാളം എഴുതാൻ അറിയില്ല. അവർ ഹിന്ദി എടുത്ത് പഠിക്കുന്നവരോ സാൻസ്ക്രിറ്റ് എടുത്ത് പഠിക്കുന്നവരോ മലയാളം എടുത്ത് പഠിക്കുന്നവർ തന്നെയാണ്. പലർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല, കുറച്ച് പേര്. അപ്പൊ നിങ്ങൾക്ക് ഡയലോഗ് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ടീച്ചർമാരാകാനിരിക്കുന്നവരൊന്ന് അസസ് ചെയ്യുക. കുട്ടികളെ പറയുമ്പോൾ ഇയാൾ ഇങ്ങനെയാണ്, മലയാളം അല്ല പഠിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇവരുടെ ഡയലോഗ് ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും കൂടെയാണ് ഒരു സന്ദേശമാണ്. അപ്പം ഈ ഡയലോഗുകളെല്ലാം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവർ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കാണാതെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദി മാത്രം അറിയുന്നവരും ഉണ്ട്. ഹിന്ദിയിലും ഒക്കെ എഴുതി പഠിച്ചിട്ടാണ് ഇത് അവതരിപ്പിക്കാൻ പോകുന്നത്. സന്ദേശം ആർക്കാണ് കൊടുക്കേണ്ടതെന്നവർക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ഈ തിരക്കിന്റെ ഇടയിൽ ചിലപ്പോൾ അവർക്ക് പാകപ്പിഴകൾ സംഭവിക്കുമോ? ഇല്ല, ഇതാണ് ഉറപ്പ് തരുന്നുണ്ട്. പാകപ്പിഴകൾ സംഭവിച്ചാൽ അത് എന്റെയും കുഴപ്പമായിട്ട് മാത്രം കരുതുക. അവരുടെ കുഴപ്പമല്ല, പഠിപ്പിച്ച എന്റെ കുഴപ്പമായിട്ട് മാത്രം കരുതി നിങ്ങൾ ക്ഷമിക്കണം. അപ്പോ തുടങ്ങട്ടെ? ഓക്കെ. ഭണ്ഡാരങ്ങൾ ധനം കൊണ്ട് കുമിഞ്ഞു കൂടിയിരിക്കുന്നു പ്രഭു. നെല്ലറകൾ നിറഞ്ഞു കവിഞ്ഞു പ്രഭു. വളരെ നല്ല കാര്യം. അപ്പോൾ ജനങ്ങൾ സന്തോഷമായിരിക്കുന്നു. ഞങ്ങൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി പകലും രാത്രിയും ശ്രമിക്കുന്നുണ്ട് പ്രഭു. മഹാരാജാവ്, പണം നിറയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ ജനങ്ങളുടെ മനസ്സ് നിറയ്ക്കാൻ വയറു മാത്രമല്ല മനസ്സും കാണിക്കുന്നുണ്ട് പ്രഭു. ശരി ശരി. സേനാനായക, നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ എല്ലാവരും അനുസരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് രാജൻ. പക്ഷേ എന്താണ് പക്ഷേ? ആർക്കാണിത്ര ധിക്കാരം? അതെ, സദാ
പിന്നെ അത് എത്രയും പെട്ടെന്ന് ഒരു അടിയന്തര യോഗം വിളിച്ചു കൂട്ടണം. എല്ലാവരും ദർബാറിലേക്ക് വിളിക്കൂ. ശരി രാജൻ. നമ്മുടെ പൂന്തോട്ടത്തിൽ യഥേഷ്ടം പറന്നു നടക്കുന്ന, ഏതു നേരവും പാട്ടുപാടി സമയം കളയുന്ന തത്തയ്ക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു രാജൻ. അങ്ങേയറ്റം അപമാനകരമായിട്ടും സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഒരു തത്തയ്ക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് പറഞ്ഞു. അതെ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം പറയട്ടെ. ഈ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ഭക്തിയാണ് പ്രഭു. ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള പണ്ഡിതന്മാരുമായി ആലോചിച്ചു. അവർ ആലോചിക്കാനുള്ള സമയമില്ല ഇപ്പോൾ. എത്രയും പെട്ടെന്ന് ഒരു സിലബസ് ഉണ്ടാക്കണം. രാജൻ ഉദ്ദേശിച്ചത് തത്തയ്ക്ക് സിലബസ്. അതെ, ഗണിതം, ശാസ്ത്രം, ഭാഷ, ചരിത്രം ഇവയൊക്കെ തത്തയ്ക്ക് വേണ്ടി മാറ്റി എഴുതണം. വിദ്യാഭ്യാസ മന്ത്രി രാജു പറയുന്നതും ശ്രദ്ധിക്കുന്നില്ലേ? ഉണ്ട്, ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം ഗുരു? തത്തയ്ക്ക് അറിവില്ല. അറിവില്ലായ്മ കൊണ്ടുള്ള സ്വാതന്ത്ര്യം അപകടമാണ്. അറിവില്ലായ്മ കൊണ്ടുള്ള സ്വാതന്ത്ര്യം അപകടമാണ്. പക്ഷെ ഞാനിവരുടെ ഈ രാജൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തത്തയെ പഠിപ്പിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു സ്കൂൾ ഉണ്ടാക്കി തത്തയായി കാണിക്കണം. ഗുരു, ഓക്കെ, തത്തയ്ക്ക് സ്കൂൾ. അതിൽ മനോഹരമായ ഒരു സ്കൂൾ ഉണ്ടാക്കണം. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ആരും അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്കൂൾ വേണം. അതിന്റെ ചുമതല ധനമന്ത്രിക്കാണ്. ശരി രാജൻ.
വസിക്കാൻ ധനമന്ത്രി അവരുടെ താമസം, ഭക്ഷണം ഇതൊക്കെ ഏർപ്പാടാക്കണം. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ട്. ചിന്തിക്കാൻ പ്രചോദനം നൽകുന്ന കെട്ടിടങ്ങൾ ഞാൻ പണ്ടുകൊടുത്തോളാം. ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് ഖജനാവിൽ നിന്ന് പഠിക്കണം. നമ്മൾ ഒരു തത്തയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതൊരു വലിയ കാര്യമല്ലേ? ഖജനാവിലെ പൈസ മുഴുവൻ നമ്മൾ സ്കൂളിന് വേണ്ടി ചെലവാക്കും. അതിനൊന്നും കൊണ്ട് സംശയിക്കേണ്ട. തത്തയ്ക്ക് വേണ്ടി നമ്മളൊരു കടി സിലബസ് ഉണ്ടാക്കും. രാജാവ് ഉഗ്രകലാബ് സിംഗിന്റെ പഠന രീതി മറ്റുള്ള രാജ്യങ്ങൾ കണ്ട് പഠിക്കട്ടെ. രാജൻ വിദ്യാഭ്യാസത്തിന്റെ മാനദണ്ഡം കടുകട്ടിയായി ഉണ്ടാക്കുന്ന സിലബസ് ആണോ? മതി മതി, സഭ പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാവർക്കും അവരവരുടെ ജോലി ചെയ്യാം. പണ്ഡിതന്മാർക്കെല്ലാവർക്കും മഹാരാജാവ് വിക്രമപ്രതാപ് സിംഗിന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. എല്ലാ വിഷയങ്ങൾ വേണം. ഒരു മലയാളം പഠിക്കണം. ആദ്യം അക്ഷരങ്ങൾ, പിന്നെ വ്യാകരണം, ഉപന്യാസങ്ങൾ. ഭാഷ അറിയുന്ന വിദ്യാഭ്യാസം പൂർണ്ണമാവില്ല. No, no, no. English is a global language. ABCD first, then phonics, grammar, spoken English, creative writing. इതെല്ലാം വേണം. Language is compulsory. हिंदी हमारी मातृभाषा है. हिंदी सबको आनी चाहिए. हिंदी के स्वराक्षर और व्यंजनाक्षर सबको याद होने चाहिए. हिंदी हमारा सिलेबस में भी होना चाहिए. അതെല്ലാവർക്കും നിൽക്കട്ടെ. കണക്കറിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? കൂട്ടൽ, കുറയ്ക്കൽ, ഗുണനം, ഹരണം, ആൽജിബ്ര, ജിയോമെട്രി ഇതെല്ലാം അറിയണം. രസതന്ത്രത്തിലെ ആസിഡ്, ബേസ്, സോളിഡ്, ഐസക് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഇതൊക്കെ പൂർണ്ണമായി പഠിക്കണം. പിന്നെ ഹ്യൂമൻ ബോഡി സ്ട്രക്ചർ അതറിയണ്ടേ? അതറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ? ചരിത്രം അറിയാതെ, പൗരശാസ്ത്രം അറിയാതെ, എന്തിന് ഭൂമിശാസ്ത്രം അറിയാതെ തത്തയിൽ തന്നെ പൗരനാകുമോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഗുരു ലോകം തന്നെ നെറ്റ്വർക്ക് കൊണ്ട് വർണ്ണിച്ചിരിക്കുകയാണ്. കോഡിംഗ് അറിയാതെ അതൊരു ഭാവിയുണ്ടോ? അത് ശരിയാ. അത് മാത്രമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, പ്രോഗ്രാമിംഗ് ഇതൊക്കെ നിർബന്ധം. മോറൽ സ്റ്റഡീസ് അതായത് വാല്യൂ എഡ്യൂക്കേഷൻ അതുകൂടി സിലബസിൽ ചേർക്കേണ്ടേ? ചർച്ച വിജയകൻ. എത്രയും പെട്ടെന്ന് തന്നെ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിക്കോളും. രാജഗുരു നമ്മളെ പണ്ഡിതന്മാരെ വിളിക്കൂ. പണ്ഡിതന്മാരെ ആശംസകൾ താത്തേ. ഇന്ന് നിന്റെ വിദ്യാഭ്യാസം തുടങ്ങുകയാണ്. എനിക്ക് പഠിക്കണ്ട. വിവരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. 500 പുസ്തകങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പുസ്തകങ്ങൾ വരാനുണ്ട്. പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ ആദ്യമായി ഒരു കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്. ഗുരു പുസ്തകങ്ങൾ കൊടുത്തു കുട്ടിയും കൂടുമോ? സംശയങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ശത്രുവാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഏറ്റവും വലിയ ശത്രുക്കളാവുമല്ലോ. എനിക്കിതൊന്നും വേണ്ട. എനിക്ക് മലക്കുമ്പ് മതി. അതൊക്കെ പഴയ ജീവിതമാണ്. ഇതൊരു പുതിയ ലോകമാണ്. എനിക്ക് വേണ്ടി ചെലവാക്കിയതിന്റെ കണക്കുകൾ കേട്ടോളൂ. പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നതിന് 2 ലക്ഷം, പുസ്തകങ്ങൾ വെക്കാനുള്ള കെട്ടിടം പണിയുന്നതിന് 8 ലക്ഷം, കൂട് അല്ലല്ല സ്വർണ്ണ സ്കൂള് പണിയുന്നതിന് 10 ലക്ഷം, പണ്ഡിതന്മാരുടെ ചെലവിലേക്ക് 15 ലക്ഷം. കണക്കുകൾക്കിടെ എത്തിയ നീ പഠിച്ചാൽ മാത്രം മതി. ഒന്നിനും കൂടി കുറവുണ്ടാകരുത്. പക്ഷെ എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്? ഞങ്ങൾ പറയുന്നത് കേട്ട് പഠിച്ച് അതുപോലെ തന്നെ തിരിച്ചു പറയണം. പറയൂ, പക്ഷി എന്നാൽ എന്ത്? ഞാൻ തെറ്റ്. പുസ്തകത്തിൽ പറഞ്ഞു പറയണം. പറയും. പക്ഷി എന്നാൽ എന്ത്? അറക്കുന്ന ഞാൻ. ഞങ്ങൾ നേരത്തെ നിനക്ക് വായിച്ചു തന്നതുപോലെ പറയണം. എനിക്കറിയില്ല. എനിക്ക് പറക്കണം. എനിക്ക് പാടണം. പക്ഷി എന്നാൽ ജന്തുവർഗത്തിൽപ്പെട്ട തൂവലുകളുള്ള കൊക്കുള്ള ചിറകുകളുള്ള മുട്ടയിട്ട് വിരിയിക്കുന്ന ഊഷ്മ രക്തജീവിയാണ്. ജന്തുവർഗത്തിൽ
ബേഷ്, നല്ല പുരോഗതി. പാട്ട് പാടുന്നതേ ഇല്ല. നല്ല അച്ചടക്കം. രാജൻ വിജയനാമ സ്ത്രീകളെ പരിപോഷിപ്പിച്ച് ഇവ പഠിക്കുന്നതല്ലേ വിദ്യാഭ്യാസം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ശരി ശരി. തത്തേ, നീ പഠിച്ചതൊന്ന് കേൾക്കട്ടെ. രാജൻ കേട്ടോളൂ. തത്ത നന്നായി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനുണ്ട് ഞാൻ ഇതെന്താ ഇപ്പോൾ നിന്റെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നത്? അതിൽ കൂടുതൽ പരിശീലനം വേണം പ്രഭു. രാജൻ കുറച്ച് സിലബസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കുട്ടികളൊന്നും പഠിക്കാത്തത്. ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് സിലബസ് കുറച്ചുകൂടി വലുതാക്കട്ടെ. 1000 പുസ്തകങ്ങളും കൂടി കൊണ്ടുവരട്ടെ രാജൻ. കൊണ്ടുവന്നോളൂ. അപ്പോൾ അതിന്റെ ചിലവ് ഖജനാവിൽ നിന്ന് എടുക്കണം. അല്ലേ രാജൻ? ആ അതെ അതെ.
ആകെ വാങ്ങിയ പുസ്തകങ്ങൾ 10,000, ഉപദേശകർ 500, കമ്മിറ്റികൾ 48, അധ്യാപകർ 2000, പുതിയ പുസ്തകങ്ങൾ വാങ്ങാനായി 1,00,000. ആകെ ചെലവ് രാജഭണ്ഡാരത്തിന്റെ പകുതി. അത്രയായിട്ടുള്ളൂ. നമ്മളൊരു തത്തെ പഠിപ്പിക്കുകയാണ്. വിദഗ്ധ കമ്മിറ്റി എത്തിയിരിക്കുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസ യജ്ഞം വൻ വിജയം. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. പഠിപ്പിച്ചതാരാ? പുസ്തകങ്ങൾ ഉണ്ടാക്കിയതാരാ? ചോദ്യ പേപ്പർ ഉണ്ടാക്കിയതാരാ? ഉത്തരം എഴുതിയത് മാർക്കിട്ടതാരാ? ജയിച്ചു എന്ന് പറയുന്നതാരാ? എല്ലാം നിങ്ങൾ തന്നെ അല്ലേ ചെയ്തത്? അപ്പോൾ വിദ്യാഭ്യാസം വൻ വിജയം. രാജൻ, ദേ നോക്കൂ, പത്രക്കാര് വരുന്നുണ്ട്. മഹാരാജാവ്, ഈ സന്തോഷവേളയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷം. ഞങ്ങളുടെ വിദ്യാഭ്യാസ യജ്ഞം വൻ വിജയം. ഗഹനമായ ചിന്തയിലാണ് അതേ രാജൻ. അതെ അതെ അതെ. എന്നാൽ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സിനെത്തും. ഒരു ഫോട്ടോ എടുക്കാം. ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ വേണേ. ശരിയല്ലേ? ഒരു ഫോട്ടോ എടുക്കാമോ? ഞങ്ങൾ എല്ലാവരും കൂട്ടാനില്ലേ? 1, 2, 3, 4. കഥയുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഓരോ ക്ലാസ്സുകളിലും ഓരോ വീടുകളിലും ഓരോ കുട്ടികളും ഈ കഥ തുടർന്നുകൊണ്ടിരിക്കുന്നു. അറിവ് പുസ്തകത്താളുകളിൽ അടച്ചു വെക്കാനുള്ളതല്ല, ജീവിതത്തെ കാണാൻ